ഇവിടെ എത്ര നാളായി ഇവർ ഇവിടെ താമസിക്കുന്നത്? ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് ഇവർ ഇവിടെ ഉണ്ട്. കാരണം ഇവർ പല സ്ഥലത്തും ഇടമുട്ടം ഇവിടെ അടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് അവിടെയാണ് ഇവർ കുറച്ച് അധികം ഉള്ളത്. അവരിപ്പോൾ സാധാരണ ദിവസങ്ങളൊക്കെ അവർ അപ്പുറ സൈഡിലാണ് കിടക്കാറ്. പക്ഷേ ഇന്നത്തെ ദിവസം അവർ ഏകദേശം ഇതിൻ്റെ പേരിൽ വണ്ടികൾ പാസിംഗ് ഉള്ളതിൻ്റെ പേരിൽ ഇവിടെ കിടന്നതാണ്. കൂടുതൽ വണ്ടികൾ വന്ന് അപകടം ഉണ്ടാവുണ്ടെന്ന് കരുതി ഇപ്പുറത്ത് കിടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ആ ഡിവൈഡിൽ തട്ടി ഡിവൈഡ് വിട്ട് ഒരു 50 മീറ്ററോളം ഇപ്പോൾ ഇപ്പുറത്താണ് അവർ കിടന്നിട്ടുള്ളത്. മരിച്ചവർ 5 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ 2 കുട്ടികൾ, അതേമാതിരി 2 സ്ത്രീകൾ, ഒരു പുരുഷൻ, അങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി ഒരു 6 പേരുടെ നില ഗുരുതരാന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മലയാളികൾ തന്നെയാണോ? അല്ല, ഇവർ പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികൾ എന്നാണ് അറിഞ്ഞത്. ഇവരൊരു 3 മാസം കൂടുമ്പോഴൊക്കെ 3 മാസം ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു 6 മാസം വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോകുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അതിലിപ്പോൾ വണ്ടി ഇവർ ഇടിച്ചിട്ട് നിർത്താതെ അവിടെ പോയി. അവിടെ വന്നപ്പോൾ സ്റ്റോപ്പായി. വണ്ടിക്കാർക്ക് അറിയില്ലായിരുന്നു അവിടെ ബ്ലോക്കാണെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അവർ പെട്ടുപോയതാണ്. അപ്പോൾ അവർ 2 പേര് സ്റ്റേഷനിലുണ്ട്, കസ്റ്റഡിയിൽ എടുത്തുണ്ട് പോലീസ്. നിർത്താതെ പോയതാണ്. നിർത്താതെ പോയിട്ട് അവരവിടെ ലോക്കായതാണത്. ഇത് അറിയാതെ സംഭവിച്ചതാണോ അത് എന്താണ്? സംഭവിച്ചത് അറിയാതെ ആയിരിക്കും. പക്ഷെ സംഭവിച്ചത് അറിഞ്ഞിട്ട് പിന്നെ അവർ നിർത്താതെ പോവാനുണ്ടായത്. ഇതിപ്പോൾ ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്തൊക്കെ ഇവിടെ ഞാൻ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഏകദേശം 3:50 4 മണിയോടുകൂടിയാണ് നടന്നുള്ളത്. ഞാനൊരു 4:10 ഇങ്ങോട്ട് എത്തി. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് മൂടിയിട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ടുണ്ട്. ഇത് നിലത്താണോ കിടന്നിരുന്നത്? അവർ കംപ്ലീറ്റ് നിലത്താണ് കിടന്നിരുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിലാണ് കിടന്നിരുന്നത്. അത് ലോഡുണ്ട്, നല്ല ലോഡുണ്ട്. ഏകദേശം ഒരു 3.5 ടണ്ണോളം വരും മരമാണ് കയറ്റി വന്നിട്ടുള്ളത്. കണ്ണൂർ സ്വദേശികളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവരും ഈ ഡ്രൈവർമാർ ഇതിന് ശേഷം നേരെ പോയി അപ്പുറത്തേക്ക് തിരിച്ച് ഇതിലേക്ക് കയറാൻ പറ്റില്ല. അവർക്ക് കയറാൻ പറ്റില്ല. അവർ വിചാരിച്ചു നേരെ അങ്ങോട്ട് കടന്നു പോകാന്ന് വെച്ചിട്ടാണ് പിന്നത്തെ കാര്യം. മൊത്തം ഏകദേശം എത്ര ആൾക്കാരുണ്ടായിരുന്നു? എങ്ങനെ പോയാലും ഒരു 10, 20, 30 പേരോളം ഏകദേശം ഉണ്ടാവും. എന്തായാലും ഇവർ ഒരുമിച്ചാണ് കിടന്നിരുന്നത് എല്ലാവരും കൂടിയിട്ട്. അവർ ഈ പരിക്കേറ്റവരും ഇല്ലേ അതിന്റെ കൂടെ? പരിക്കേറ്റവരുണ്ട്. പരിക്കേറ്റവർ 6 പേര് കാര്യമായിട്ടുള്ളവരുണ്ട്. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ വണ്ടിയിൽ കയറി പോയിട്ടുണ്ട് ആംബുലൻസിൽ. 2 പേര് ജില്ലാ ഹോസ്പിറ്റലിൽ, 3 പേര് മെഡിക്കൽ കോളേജിൽ. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞ ആളുകളുണ്ട്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, എന്താണെന്ന്? അവർക്ക് ഇത്തിരി മോശം തന്നെയാണ്. കാരണം ആ വണ്ടി തട്ടി കയറിയിട്ടുള്ളവർക്ക് എന്തായാലും അവർക്ക് ഇത്തിരി മോശമാവും. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. തട്ടി തെറിക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മേത്ത് കൂടെ കയറി ഇറങ്ങാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കയറി ഇറങ്ങിയിട്ടുള്ള പാടുകളാണ് കാണുന്നത്. ബ്ലഡോട് കൂടിയിട്ട് ആ വണ്ടി അങ്ങോട്ട് എടുത്ത് പോയിട്ടുള്ളതാണ്. കയറി ഇറങ്ങിയ ബ്ലഡ് മറച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ ഷീറ്റുകൾ. ബ്ലഡ് അല്ല, അതിന്റെ അടിയിൽ കുറെ മാംസ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് കാക്ക കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂടിയിട്ടതാണ്. നാട്ടുകാർ മൂടിയിട്ട് തന്നെ. ഇപ്പൊ 4:30 നേരത്തെ നമ്മൾ മൂടിയിട്ടു. എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സ്ഥലം SICA എല്ലാവരും ഉണ്ടായിരുന്നു. ACP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ തമിഴ്? ഇവര് മലയാളികളാണ്. ഒരു ഗോവിന്ദാപുരം സ്വദേശികളാണ്. പകുതി മലയാളം, പകുതി തമിഴ്. അങ്ങനത്തെ അതിർത്തി പ്രദേശത്തുള്ളവരാണ് അവർ. ഇവരിവിടെ കുറച്ച് ആമകളൊക്കെ പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് മുമ്പ് കയ്പമംഗലത്തുണ്ടായിരുന്ന അവരുണ്ട്. ഇവിടെ 4 കിലോമീറ്റർ അപ്പുറത്തും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ആ സമയത്തല്ല, അത് കഴിഞ്ഞ് തൊട്ട് 15 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് വിശദമായി തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ സ്ഥിരമായി ഈ ഭാഗത്ത് തന്നെ താമസിക്കുന്നവരാണ്. ആ സ്ഥിരമായി താമസിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ലോറി ഇതിലൂടെ വന്ന് നേരെ ഈ വഴിയിലൂടെ നേരെ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. അതായത് ആ ഭാഗത്ത് നിന്നും വന്ന് നേരെ നിർത്താതെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. ആദ്യം ഈ ശരീരങ്ങൾ അവിടെ നിന്നും ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്കോ മറ്റോ നീക്കിയിട്ടുണ്ടോ? ഇപ്പോ ഈ ശരീരങ്ങളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ശരീരഭാഗങ്ങൾ അവിടെ ചതഞ്ഞരഞ്ഞ നിലയിലാണ് ഉള്ളത്. അത് ഒരുപാട് മാംസ കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടിയും മറ്റ് ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് നിലവിൽ അതവിടെ മൂടിയിട്ടിരിക്കുകയാണ്. അത് ആ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുന്നതെല്ലാം തന്നെ ഇവർ കിടന്നിരുന്ന ഭാഗത്തെ ശരീരഭാഗങ്ങൾ ചതഞ്ഞരഞ്ഞ നിലയിലാണ്. അതാണ് തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ പായയും എല്ലാം തന്നെ ഉണ്ടാകും. ഈ ഭാഗത്ത് അവർ കിടന്നിരുന്നത് ഈ നിരന്ന് കിടക്കുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് നേരെ നിരന്ന് കിടക്കുകയായിരുന്നു. അവരുടെ ദേഹത്തുകൂടെയാണ് നേരെ വാഹനം കയറിപ്പോയതെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം, ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പുലർച്ചെ 3:50 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ അപകടം നടന്ന ശേഷം പിന്നീട് ഈ വാഹനം നേരെ മുന്നോട്ടേക്ക് തന്നെ പോവുകയായിരുന്നു, നിർത്തിയില്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. നിർത്താതെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറും ഒപ്പം ഉണ്ടായിരുന്ന ലോറി ജീവനക്കാരനും ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെ ഇല്ലേ?
തീർച്ചയായും അവർ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ പ്രദേശവാസി, നമ്മൾ സംസാരിച്ച പ്രദേശവാസി പറഞ്ഞത് അവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ വൈദ്യപരിശോധനയും മറ്റ് വിശദമായ പരിശോധനകളൊക്കെ തന്നെ വേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്രൈവറാണോ ക്ലീനറാണോ വണ്ടി ഓടിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട്. കാരണം 2 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതാണ്. എല്ലാം തന്നെ ഇതിൻ്റെ ഒരു വിശദമായ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. നിലവിൽ മരിച്ചിരിക്കുന്നത് കാളിയപ്പൻ, 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുകാരിയായ ബംഗാരി, 1 വയസ്സുകാരനായ വിശ്വ എന്നിങ്ങനെ 1 വയസ്സും 4 വയസ്സുമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അവർ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം തന്നെ ഇവിടെ തന്നെ ആണ് പാകം ചെയ്തിരുന്നതും കഴിച്ചിരുന്നതും. അതിനോടൊപ്പം തന്നെ ഇവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നതും. എല്ലാം തന്നെ കുട്ടികളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. വളരെയേറെ വേദനാജനകമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടകളൊക്കെയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഓടിക്കൂടിയാണ് ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്ന കടകളിലുള്ളവരായിരിക്കും ആദ്യം ഈ സംഭവം അറിഞ്ഞതും, അല്ലേ ലിഷോയ്? ഇവിടെ തൊട്ടടുത്ത് തന്നെ വാഹനങ്ങൾ ഒരുപാടുണ്ട്. അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിനോടൊപ്പം തന്നെ കടകളുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. തൊട്ടടുത്ത് തന്നെ സിനിമാ തിയേറ്ററുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ ജനവാസ മേഖലയും കൂടിയാണ്. എന്തായാലും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഓടിക്കൂടിയാണ്. നമ്മളോട് നേരത്തെ സംസാരിച്ച ആ ചേട്ടൻ, അദ്ദേഹം പ്രദേശവാസിയാണ്. അദ്ദേഹം ഈ ഭാഗത്ത് തന്നെ ഉള്ള ആളാണ്. അങ്ങനെയാണ് അദ്ദേഹവും ഇവിടെ എത്തി. ഈ രക്ഷാപ്രവർത്തനത്തിന് തൊട്ട് പുറകെ അദ്ദേഹവും എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ഞെട്ടിക്കുന്ന അപകടം തന്നെയാണ് ഇവിടെ ഈ ഭാഗത്ത് നാട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു അപകടം, ദാരുണമായൊരു അപകടമാണ് ഉണ്ടായത്. നാടോടി സംഘത്തിന് നേരെ വാഹനം പാഞ്ഞു കയറുകയായിരുന്നു. 5 പേർക്ക് അന്ത്യം സംഭവിച്ചു. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.